ഞങ്ങളെ പൊന്നു മോനെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് സാറ് ഹെലികോപ്റ്ററിലോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത് സാറേ എന്നൊന്ന് വിളിച്ച്, സാറേ ഖുർആൻ പഠിക്കുന്ന എൻ്റെ പൊന്നു മോനെ സാറേ, സാറേ ഒന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞ് വിളിച്ച്. ആ സമയത്ത് സാറ് അവിടെ നിന്ന് എല്ലാവരും ശ്രദ്ധിച്ച്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും സാറ് കാര്യം ഞങ്ങൾ കാണാതെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര നിരാശയായി പോയേനെ. നമസ്കാരം. എം.എ. യൂസുഫ് അലി എന്ന മനുഷ്യന്റെ ഉള്ളിലെ കാരുണ്യം അതൊരിക്കലും വാക്കുകളിലല്ല, പ്രവൃത്തികളിലാണ്. പല കുറി പല സന്ദർഭത്തിൽ അത് കണ്ടും കേട്ടും ബോധ്യപ്പെട്ടതാണ്, ആരും പറഞ്ഞു തന്നതല്ല. അങ്ങനെ ഒരു സംഭവം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ്ടും കാണാനിടയായി. കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ വെച്ച് ലുലുവിലെ ഒരു ജീവനക്കാരനെ കാണാൻ വരുന്ന സന്ദർഭത്തിൽ അതേ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു 14 വയസ്സുകാരന്റെ ഉമ്മയുടെ സാറേ എന്നൊരൊറ്റ വിളി. ദൂരക്കൂടെ നടന്നു പോവുകയായിരുന്ന യൂസുഫ് അലി ആ ഉമ്മയുടെ തൊണ്ട പൊട്ടിയുള്ള വിളി കേൾക്കാനിടയായി. ആ വിളി എന്തുകൊണ്ട് വിളിച്ചു പോയി എന്ന് പറഞ്ഞാൽ, സ്വന്തം മകന്റെ ജീവൻ അപകടത്തിലായത് അതിന്റെ ചികിത്സയ്ക്ക് വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ യൂസുഫ് അലി അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു വഴിയിൽ പോയി കാത്തുനിന്ന് അദ്ദേഹം സുരക്ഷാ വലയത്തിൽ കടന്നു പോകുമ്പോൾ അടുത്ത് ചെല്ലാനാകാതെ രണ്ടും കൽപ്പിച്ചുള്ള ഒരു വിളിയിൽ അവർക്ക് തിരിച്ചു കിട്ടിയത് മുഹമ്മദ് സഫാൻ എന്ന 14-കാരന്റെ ജീവനാണ്. ആ വിളിയിൽ ഒരു മാതാവിനോടുള്ള കരുണയും ഒരു മാതാവിന്റെ വേദനയും തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് ആ സംഭവം എന്ന് അന്വേഷിക്കാൻ അദ്ദേഹം പറഞ്ഞെടുത്തു നിന്നും വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് സഫാൻ എന്ന വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള അവസരം ഉണ്ടാവുകയാണ്. ഏകദേശം 25 ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവുണ്ടായിരുന്ന ആ ചികിത്സ ആ അമ്മയുടെ കണ്ണീരോടെയുള്ള പറച്ചിൽ കേട്ടിട്ട് ഏറ്റെടുക്കുകയാണ്. അതല്ലേ ഒരു മനുഷ്യന്റെ ഉള്ളിലെ മനുഷ്യത്വം? ഉറപ്പായുമാണ് അത് ഇതുപോലുള്ള ചില ശബ്ദങ്ങളിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളെ പൊന്നു മോനെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് സാറ് ഹെലികോപ്റ്ററിലോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത് സാറേ എന്നൊന്ന് വിളിച്ച്, സാറേ ഖുർആൻ പഠിക്കുന്ന എൻ്റെ പൊന്നു മോനെ സാറേ, സാറേ ഒന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞ് വിളിച്ച്. ആ സമയത്ത് സാറ് അവിടെ നിന്ന് എല്ലാവരും ശ്രദ്ധിച്ച്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും സാറ് കാര്യം ഞങ്ങൾ കാണാതെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര നിരാശയായി പോയേനെ. അപ്പം സാറ് പറഞ്ഞു അതിൽ നിന്ന് ഒരാളെങ്കിലും വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ എത്തുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടപ്പം ഞാൻ ചെന്ന് സാറിൻ്റെ അടുത്ത് സാറ് വെച്ച് എന്താ ഞാൻ നിനക്ക് ഖുർആൻ പഠിച്ചു കൊടുത്ത മോനെ 23 ദിവസം പൂർത്തിയായ മോനെ പെട്ടെന്ന് നിനക്ക് ശ്വാസം വിട്ട് വന്ന് മോനിക്ക് 5 ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു, ഇപ്പോൾ ECMO ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പം സാർ പറഞ്ഞ ഏത് ട്രീറ്റ്മെൻ്റ് എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞ ECMO മോനിക്ക് എത്ര വയസ്സാണ്? ഞാൻ പറഞ്ഞ 14 വയസ്സ്. സാർ പറഞ്ഞ അതിന് എന്താ? ഞാൻ പറഞ്ഞ 15 ലക്ഷം രൂപ ചിലവാകുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ വേറെ സാധാരണക്കാർ, ഞങ്ങളുടെ കയ്യിൽ യാതൊരു നിവൃത്തിയില്ല. ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എന്താണ് മുന്നോട്ടുള്ള അവസ്ഥ ഞങ്ങൾക്ക് യാതൊരു പിടിയില്ലെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞ് വിഷമിക്കേണ്ട, ഞാൻ എന്തെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഫുള്ള് മൊത്ത ചിലവ് എൻ്റെ പൊന്നുമോനയ്ക്ക് വേണ്ടിയുള്ള മൊത്ത ചിലവ് സാറ് ഏറ്റെടുക്കും ഒരിക്കലും പ്രതീക്ഷയില്ല. എന്തെങ്കിലും ഒരു സഹായം നമ്മൾ വിചാരിച്ചോളൂ. പക്ഷെ അന്ന് പോലുള്ള എല്ലാ ചിലവുകളും സാറ് തന്നെ ഏറ്റെടുത്ത് അവനെ ഈ നിലയിൽ എനിക്ക് കിട്ടി. എൻ്റെ പൊന്നുമോനെ എനിക്ക് കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല ഇവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാ. ഈ നാട് മൊത്തം അവനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും പ്രിയപ്പെട്ടവരാ. അവനെ ഞങ്ങൾക്ക് അതുപോലെ തിരിച്ചു വന്ന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. പടച്ചവനോട് നന്ദി പറയുക. കേട്ടല്ലേ? ആ വാക്കുകളിലെ ഒരു ആത്മാർത്ഥതയുണ്ട്. ആ വാക്കുകളിൽ ഒരു മനുഷ്യനെ തിരിച്ചറിഞ്ഞതിന്റെ സംതൃപ്തിയുണ്ട്. അവരുടെ പ്രതീക്ഷകൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും നിറം കൊടുത്തതിന്റെ, അതിനെ സഫലീകരിച്ചതിന്റെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്, നന്ദിയുണ്ട്. അതാണ് ആ ഉമ്മയുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാര്യം ഏതൊരു മാതാവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ജീവനേക്കാൾ വലുതാണ്. ആ ജീവനേക്കാൾ വലുതും ഒപ്പം ആ നാടിനു കൂടി പ്രിയപ്പെട്ടവനുമായിട്ടുള്ള മുഹമ്മദ് സഫാന് അപ്രതീക്ഷിതമായിട്ടാണ് ശ്വാസതടസ്സം എന്ന നിലയിലേക്ക് ഒരു അസുഖം കടന്നു വരുന്നത്. ആ അസുഖം വന്ന് അത് അവന്റെ ജീവന് പോലും ഭീഷണിയാകുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ആ കുടുംബത്തിനാണ് യൂസുഫ് അലി ഒരു തണൽ മരമായത്. ആ തണൽ മരം എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വലിയ പ്രതീകമായി മാറുകയാണ്. എല്ലാ മനുഷ്യർക്കും കഴിയുന്നതല്ല, പക്ഷേ ചിലർക്ക് ഹൃദയം പൊട്ടിയുള്ള വേദനയോടുള്ള വിളി കേൾക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയും. അത് യൂസുഫ് അലി തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിളി കേട്ടതും മകനെ സംരക്ഷിച്ചതും. അതിനുശേഷം ആ രക്ഷപ്പെട്ടു വന്ന മകൻ പറഞ്ഞൊരു ആഗ്രഹമുണ്ട്. എനിക്ക് എന്തെങ്കിലും സാറിനെ കാണണം അതിയായ ആഗ്രഹമുണ്ട്. പടച്ചവനായിട്ട് തന്നെ കൊണ്ടു എത്തിച്ചതാ മുന്നിൽ. കേട്ടില്ലേ? ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരൊറ്റ കാര്യവും പണവും സമ്പാദ്യവും പേരുൾപ്പെടെ എല്ലാം പോവും. പക്ഷേ നമ്മൾ ചെയ്ത പ്രവൃത്തി അത് അവശേഷിക്കും. ആ പ്രവൃത്തിയാണ് പിന്നീട് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, ആ കടന്നുപോയ മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുന്നത്. ആ ഓർമ്മകളാണ് അവനെ നിലനിർത്തുന്നത്. ആ നിലയ്ക്ക് പരിഗണിച്ച് നോക്കുമ്പോൾ യൂസുഫ് അലി എന്ന വ്യക്തിക്ക് ഈ ഭൂമിയിൽ ഒരു പക്ഷേ ഈ തലമുറകൾ എത്ര കാലത്തോളം ജീവിച്ചിരിക്കുമോ അത്രയും കാലത്തോളം ആയുസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
അത് വെറുതെ നേടിയെടുത്തതല്ല. ഒരു മനുഷ്യന്റെ ഉള്ളിലെ കരുണ, അനുകമ്പ, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സഹാനുഭൂതി, അതെല്ലാം കേട്ടറിഞ്ഞതിന് ശേഷം അവരെ ചേർത്ത് പിടിക്കാനുള്ള വിശാലമായ മനസ്സ്, അതെല്ലാം കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്ന് പറയാൻ പറ്റുന്നത്. ആ മനുഷ്യത്വത്തിന്റെ നിറകുടമായിട്ടുള്ള യൂസുഫ് അലി എന്ന മനുഷ്യനും ഈ ഭൂമിയിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗുണങ്ങളാണ് ആ മനുഷ്യരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ. അത് വെറുതെ വന്നതല്ല, ഒരാളുടെ കരുണയുടെ കരസ്പർശമായിട്ടുള്ള പ്രവൃത്തി കൊണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് വന്നു പോയതാണ്. അതാണ് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.